ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വി വ്ളോഗ്സ്. അപ്പോൾ ഇന്നാണ് കേട്ടോ നമ്മൾ നാട്ടിലേക്ക് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടൊക്കെ നിൽക്കുകയാണ്. അവൾ ഒരുങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവളെ ചൊറിയാൻ വേണ്ടിയിട്ട് പോയി നിന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ചെറിയൊരു എൻ്റെ ഒരു ഷോ, ഒരു പട്ടി ഷോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പിന്നെ അലീന കേട്ടോ. അവളാണെങ്കിൽ നാട്ടിൽ വരുന്നില്ല, കാരണം അവൾ കഴിഞ്ഞ ആഴ്ചയാണ് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. അത് കാരണം അവൾ പോകുന്നില്ല. പിന്നെ ഞങ്ങളെല്ലാവരും കൊണ്ട് ഒരുങ്ങി ഒരു ചെറിയൊരു ഡാൻസൊക്കെ കളിക്കാനൊക്കെയുള്ള ഒരു ഇതായിരുന്നു. റീൽസൊന്നും ഇടാൻ വേണ്ടിയിട്ടല്ല, ചുമ്മാ. പിന്നെ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ്. പിന്നെ നമ്മൾ ബാഗൊക്കെ എടുത്തു, നമ്മൾ പയ്യെ ടാറ്റയൊക്കെ പറഞ്ഞ് ഇറങ്ങാൻ പോവാണ് കേട്ടോ. പയ്യെ ഇറങ്ങിയാലല്ലേ സമയത്തിനെങ്കിൽ എല്ലാം എടുത്തുള്ളൂ. അല്ലെ ട്രെയിൻ മിസ്സായാലും. അപ്പോൾ എന്താ ഒരു സ്നേഹപ്രകടനം. ലാസ്റ്റ് അവൾ നമ്മളെ ആട്ടി ഇറക്കി വിട്ടു ഗൈസ്. അത് കഴിഞ്ഞ് നമ്മൾ പയ്യെ താഴത്തേക്ക് ഇറങ്ങി. ചെസ്റ്റ് നമ്പർ 1 ഇത് കൃപയാണ് കേട്ടോ. ചെസ്റ്റ് നമ്പർ 2 വരുന്നുണ്ട്, ഇത് മെറിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ഞാനും ഇറങ്ങി. നമ്മൾ വാർഡന് ലെറ്റർ കൊടുക്കണം. നമ്മൾ പോകുന്നതിന് മുമ്പ് വാർഡനും കോർഡിനേറ്ററിനും പ്രിൻസിപ്പളിനും ഒക്കെ ലെറ്റർ സബ്മിറ്റ് ചെയ്യണം. അത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതാണ് നമ്മുടെ വാർഡൻ. അതൊക്കെ കൊടുത്ത് നമ്മൾ ഇറങ്ങി. പിന്നെ ബസ് സ്റ്റാൻഡിലേക്ക് കുറേ നടക്കാനൊക്കെ ഉണ്ട്. പയ്യെ ഇങ്ങനെ നടന്ന് തുടങ്ങി. നടന്ന് ഇത് കേട്ടോ നമ്മുടെ ക്ലാസ്സിലാട്ടോ പഠിക്കുന്നത്. അവനെ കണ്ടു. പിന്നെ കുറച്ച് ലഗേജൊക്കെ അവൻ്റെ കൊടുത്തു. നമ്മൾ പയ്യെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് പിന്നെ നടക്കാൻ തുടങ്ങി. പിന്നെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അത് കഴിഞ്ഞ് നമ്മുടെ ഹോസ്റ്റലിൻ്റെ അടുത്തുള്ളൊരു കട കേട്ടോ, അൽഫല. നമുക്ക് നാട്ടിലെ ഫുഡൊക്കെ കിട്ടും. നമ്മളാണെങ്കിൽ കേരള മീൽസ് പറഞ്ഞു, കഴിച്ചു. ഒത്തിരി കറിയൊന്നും ഇല്ലായിരുന്നു, 2-3 കറിയും കാര്യങ്ങളൊക്കെ. പിന്നെ സാമ്പാറുണ്ടായിരുന്നു, ചെമ്മീൻ കറി ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടി കഴിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അതിന് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കൊക്കക്കോള എടുക്കാനായിട്ട് കയറിയതാണ് ഈ കടയിൽ കേട്ടോ. കൊക്കക്കോളയൊക്കെ വാങ്ങിക്കാനായിട്ട് കയറി. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കുറേ നടക്കാനുണ്ടായിരുന്നു, കുറച്ചുകൂടെ നടക്കാനുണ്ടായിരുന്നു. അവിടെ നിന്ന് നടന്ന് നമ്മൾ 5th ഫേസിലുള്ള നമ്മുടെ ബസ് സ്റ്റാൻഡിലെത്തി. അത്യാവശ്യം വലിയ ബസ് സ്റ്റാൻഡൊക്കെയാണ് കേട്ടോ. നമുക്ക് പോകാനുള്ള ബസ് മാത്രം അവിടെ ഇല്ലായിരുന്നു കേസ്. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കിനും നമുക്ക് പോകാനുള്ള ബസ് വരുമെന്ന് അവിടെ നിന്ന് ഒരു കണ്ടക്ടറെങ്കിലും നമ്മളോട് പറഞ്ഞു. ഏതാണ് നമുക്ക് പോകാനുള്ള ബസ് വന്നു കേട്ടോ. പിന്നെ ബസ്സിൽ കയറിയിരുന്നു. സൈഡ് സീറ്റ് എപ്പോഴും മുഖ്യമാണല്ലോ, എല്ലാവർക്കും സൈഡ് സീറ്റിനോടല്ലേ പ്രിയം. ഞങ്ങൾ 3 പേരും 3 സൈഡ് സീറ്റിലായിട്ടിരുന്നു. പിന്നെ ഞാൻ പുറത്തായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിരിക്കുന്നത്. ഇത് മെട്രോ ആണ് കേട്ടോ. നമ്മളത് അവിടെ നിന്ന് ഡിസ്ട്രിക്റ്റിലേക്ക് മെട്രോ ആയിരുന്നു. അതിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഏത് കാലത്താകുമെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും വന്നാൽ എല്ലാവർക്കും ഉപകാരമായിരിക്കും. പിന്നെ ഈ ബാംഗ്ലൂരിലുള്ളൊരു പ്രത്യേകിച്ച് ഇതുപോലൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഓരോരോ ജംഗ്ഷനിൽ കാണും, വെറൈറ്റി സാധനങ്ങളൊക്കെ. പിന്നെ നമ്മളങ്ങനെ യാത്ര ചെയ്ത് നീണ്ടൊരു യാത്ര ചെയ്ത് മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇത് ബസ് സ്റ്റാൻഡാണ് കേട്ടോ. ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടപ്പുറത്ത് തന്നിട്ടാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. പിന്നെ ഇതിൻ്റെ അടുത്തൊരു മാർക്കറ്റുണ്ട്. മാർക്കറ്റിൽ പോയി തിരിയാന്ന് വിചാരിച്ച് മാർക്കറ്റിലേക്ക് നടക്കുകയാണ്. അപ്പോൾ മാർക്കറ്റിലെ കാഴ്ചകൾ കണ്ടിട്ട് വരൂ. അങ്ങനെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് കുറച്ചധികം സാധനങ്ങളൊക്കെ എന്തൊക്കെയോ കൈക്കിട്ടിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ വാങ്ങി നമ്മൾ മാർക്കറ്റിന് വെളിയിലേക്ക് ഇറങ്ങി. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തോട്ട് കടന്നുപിടിക്കുകയാണ്. നമ്മുടെ റെയിൽവേ സ്റ്റേഷനാണെങ്കിൽ പണിതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നമൊക്കെ വരും. എനിക്ക് നാട്ടിൽ വന്നാൽ ഇപ്പോൾ ചെറിയൊരു പനിയുടെ ഒരു സ്റ്റാർട്ടിങ് ഒക്കെയുണ്ട്. അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട്. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ പറഞ്ഞത് പൊളിച്ചിട്ടേക്കാണ്, അവിടെ ഇവിടെയൊക്കെ പൊളിച്ചിട്ടേക്കാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ കമ്പാർട്ട്മെൻറ്റ് പോലെ ഒരു മെത്തേഡിൽ ഒരു സ്റ്റൈലിൽ ഒരു റെസ്റ്റോറൻറ്റൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ട്രെയിൻ വരാറായി.
നമ്മൾ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലാണ് കയറുന്നത്. നമ്മൾ അതിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ട്രെയിൻ താ വരുന്നുണ്ട്. പയ്യെ നടന്നാൽ മതി, കാരണം ഇതിങ്ങനെ വന്ന് നിർത്തിയിടണം. കുറേ നേരം അവിടെ നിർത്തിയിടും. 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ട്രെയിൻ വരും. പിന്നെ പക്ഷേ 4:50 ആകുമ്പോഴത്തേക്കിനെ ട്രെയിൻ ഇവിടെ എടുക്കത്തുള്ളൂ. അങ്ങനെ നമ്മൾ ട്രെയിൻ നിർത്താൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ തിരക്കും പ്രതീക്ഷിച്ച അത്രയും തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ കയറി കഴിഞ്ഞപ്പോഴാണ് കഴിക്കാനൊന്നും വാങ്ങിയില്ല നമുക്ക് ഓർമ്മ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കാനൊക്കെ വാങ്ങി. നമുക്ക് സൈഡ് സീറ്റൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് പയ്യെ ട്രെയിൻ മൂവ് ചെയ്ത് തുടങ്ങി. 3 പേർക്ക് നമുക്ക് സൈഡ് സീറ്റൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. ഇത് ട്രെയിൻ മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു വിഷ്വലാണ് സൈഡിൽ. പിന്നെ അങ്ങനെ പൊക്കോണ്ടിരുന്ന് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ നോക്കിയപ്പോൾ തന്നെ ഈ പാറക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് അടുത്ത് കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഞാൻ സൂം ചെയ്ത് അത് എടുക്കാനായിട്ട് നോക്കി. പിന്നെ ട്രെയിൻ കുറേ പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ പാറക്കെട്ടിൻ്റെ അടുത്തൂടെ പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. നല്ല രസമാണ് കാണാൻ. ഈ വീഡിയോയിൽ എത്രത്തോളം എനിക്ക് അതിൻ്റെ ഭംഗി കാണുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. കാരണം ഇതാണ് സ്ഥലം. എനിക്കിതിൻ്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതാണ് സ്ഥലം. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. നമുക്ക് നേരിട്ട് ഈ സൈഡിലൊക്കെ ഇരിക്കാനൊക്കെ തോന്നും. അതിൻ്റെ ചെറിയ ചെറിയ പാർക്കറ്റിലൊക്കെ ഓരോ പടമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അവിടെ കാണാൻ വരുന്നവർ വരച്ച് വെക്കുന്നതായിരിക്കും. യേശുവിൻ്റെ പടവും അങ്ങനെ കുറേ പടമൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ട്രെയിനിൽ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് തിരക്കൊക്കെ വരാൻ നമ്മൾ പറയുന്നത് കിടക്കാനൊക്കെ തുടങ്ങി. എത്രയെന്ന് വെച്ചിട്ട് നമ്മൾ നിൽക്കുകയൊക്കെ ചെയ്യുന്നത്. അത് ഇന്ന് രാത്രിയായി. പിന്നെ പാലങ്ങളൊക്കെയുള്ള നാട്ടുകാരാണ് നമ്മളല്ലേ. നല്ല ഭംഗിയാണ് കാണാൻ. ഇത് പുതിയ പാലമാണ് കേട്ടോ. കുറച്ച് ഒരു 3-4 വർഷമായിട്ടുള്ളൂ ഈ പാലം വന്നിട്ട്. എൻ്റെ വീടിൻ്റെ അടുത്ത് എത്താറായി. ആ കാണുന്നത് ഓറഞ്ച് കളറിൽ കാണുന്നത് ഒരു ശിവക്ഷേത്രമാണ് കേട്ടോ. അതിൻ്റെ അടുത്തായിട്ട് എൻ്റെ വീട്. അപ്പോൾ എനിക്കിറങ്ങേണ്ട സ്റ്റോപ്പ് എത്തി. എന്നെ കൊണ്ടുവന്ന് കൃപയും പപ്പയൊക്കെ വിട്ടു. ഞാൻ വീട്ടിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ചാച്ചാ ബൈ.